പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് വയനാട്ടിൽ നിന്നും. അട്ടമലയിൽ കാട്ടാന ആക്രമണം, ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരികയാണ്. അങ്ങനെ അട്ടമല സ്വദേശിയായ ബാലനാണ് കാട്ടാനാക്രമണത്തിന് ഒരു കുറവുമില്ല, അറുതിയുമില്ല. ഇന്നലെ രണ്ടുപേരെയാണ് കൊല്ലപ്പെട്ടത്, രണ്ടുപേരുടെ ജീവനെടുത്തു. 3 പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെടുന്നത്, മരണപ്പെടുന്ന വാർത്ത കേട്ട്. എന്നെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും കാട്ടാനാക്രമണത്തിന്റെ മറ്റൊരു വാർത്ത കൂടി, ഞെട്ടിക്കുന്ന വാർത്ത വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലേക്ക് വനംവകുപ്പ് മന്ത്രിയോട് വിശദീകരണമൊക്കെ തേടിയിരുന്നു. ഇന്ന് 2 മണിക്ക് ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട് പെട്രോളിംഗുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വനംവകുപ്പിൽ ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ആളുകളെ പോലും പെട്രോളിംഗിന് കമൽ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കമൽ, അങ്ങനെ 2 ദിവസത്തിനിടെ 4 മരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. വയനാട്ടിൽ നിന്ന് തന്നെ വീണ്ടും ഒരു വാർത്ത വരുന്നു. അട്ടമലയിലാണ് സംഭവം. കൂടുതൽ വിവരങ്ങൾ എന്താണ്? അട്ടമലയിലെ വാഗമരത്തിന് സമീപമാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്ന് പറയുന്നു. ഏറാട്ടുകുണ്ട് സ്വദേശിയാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് ബാലകൃഷ്ണൻ എന്ന 27 വയസ്സുള്ള ആളാണ് മരിച്ചത്. ഈ അട്ടമല എന്ന് പറയുന്നത് ഈ ദുരന്തഭൂമിയായ ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും സമീപത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെ കൂടുതലായി ഇപ്പോൾ ജനവാസമില്ല. കാരണം ഈ ദുരന്തത്തിന്റെ ഭാഗമായി ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എസ്റ്റേറ്റ് മേഖലയാണ്, ഹാരിസൺ മലയാളം കമ്പനിയുടെ തോട്ടം മേഖലയാണ്. അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണോ എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിക്കേണ്ടത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? ഈ ഭാഗത്ത് കാട്ടാനയുടെ ശല്യമൊക്കെ ഉള്ളതാണോ, അല്ല മുൻപ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ എവിടെ നിന്നും? അടുത്ത കാലത്ത് അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മുൻപ് ആനയുടെ സാന്നിധ്യം ഉള്ള മേഖലയാണ്. പക്ഷേ അടുത്ത കാലത്തൊന്നും അത്തരം ഒരു സംഭവം ഉണ്ടായതായി സൂചനയില്ല. വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരമാണ്. സംസ്ഥാനത്ത് കാടിറങ്ങുന്ന ആശങ്ക അത് അത്രമേൽ ഭീതിതമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നോക്കൂ, 2 ദിവസത്തിനിടെ മാത്രം സംസ്ഥാനത്ത് 4 പേരാണ്, 4 മനുഷ്യ ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ. വയനാട്ടിൽ നിന്ന് മാത്രം 2ാം ദിവസം കൂടി തുടർച്ചയായി ഉണ്ടാകുന്നു. നൂൽപ്പുഴയിൽ കഴിഞ്ഞ ദിവസമാണ് ആദിവാസിയെ കൊലപ്പെടുത്തുന്നത്, കാട്ടാന കൊലപ്പെടുത്തുന്നത്. അതിന്റെ തൊട്ട് പിറ്റേ ദിവസം ഓർക്കണം, ഇന്ന് കൂടിയാകുമ്പോൾ ഇപ്പോൾ 4 പേര് സോഫിയെ കൊലപ്പെടുത്തി. അത് ഇടുക്കിയിലായിരുന്നു. പാലോട് ഒരു കേസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ 3 മരണങ്ങളിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുമ്പോൾ ഇതാ വയനാട്ടിൽ നിന്നും അട്ടമലയിൽ നിന്നും ഒരാളുടെ ജീവൻ കൂടി പൊലിയുന്നു എന്ന ഖേദകരമായ വാർത്തയാണ് വരുന്നത്.